എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെയിറ്റ് ലോസിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റാഗിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊരു ഇടിയപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ ചെയ്ത് കാണിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. അരിപ്പൊടിനെക്കാട്ടിലും ടേസ്റ്റാണ് റാഗിപ്പൊടി വെച്ചിട്ടുള്ള ഇടിയപ്പം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇത് വറുത്ത പൊടിയാട്ടോ, നമ്മൾ പുട്ടിനെടുത്തില്ലേ അതേ രീതിയിൽ തന്നെ വറുത്തെടുത്തേണ പൊടിയാണ്. നല്ല തിളച്ച വെള്ളത്തിൽ വേണം ഇത് കുഴയ്ക്കാനായിട്ട്. നമ്മൾ റാഗിപ്പൊടിയുടെ റൊട്ടി ഉണ്ടാക്കുമ്പോഴും നല്ല തിളച്ച വെള്ളത്തിൽ വേണം കുഴയ്ക്കാൻ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിനി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം 1/4 കപ്പ് റാഗിപ്പൊടിക്ക് അത്രയും തന്നെ തിളച്ച വെള്ളം വേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ അതിൽ താഴെ വരുള്ളൂ, അതിൽ കൂടുതലൊരിക്കലും വരില്ല. ഇതിപ്പോൾ നമുക്കിങ്ങനെ കയ്യിലൊട്ടണ രീതിയിലാണ് ഇതിനെ കുഴച്ചെടുത്തത്. കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കണം. ഈ റാഗിപ്പൊടി തന്നെ വെച്ചിട്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എന്താ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടിയപ്പം ആ ടെക്സ്ചറൊക്കെ കിട്ടും, പക്ഷെ അത് വേവിച്ച് വരുമ്പോൾ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിട്ട് ഒരു അടിഭാഗം ഇങ്ങനെ ഒരു റാഗിപ്പൊടിയുടെ ഒരു ഉണ്ട പോലെ പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഒന്നുകിൽ ജോവറിൻ്റെ പൊടി അല്ലെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി, ആ ശരിക്കും ആ ഇടിയപ്പത്തിൻ്റെ നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കണം അതേ ടെക്സ്ചറിൽ വേവിച്ചാലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗോതമ്പ് പൊടി ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ജോവറിൻ്റെ പൊടി ഇടാറുണ്ട്, ഗോതമ്പ് പൊടി ഇടാറുണ്ട്. അപ്പോൾ പുട്ടിൽ ഞാൻ ജോവറിൻ്റെ പൊടി ഇട്ട് കാണിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് ഗോതമ്പ് പൊടി ഇട്ട് കാണിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചൂട് നല്ലോണം മാറിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഇതിനെ ഇതുപോലെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ ഒരു ടെക്സ്ചറിൽ അത് കുറച്ച് ലൂസായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ അരിമാവ് കുഴച്ചുണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ അതേ ടെക്സ്ചറിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം 1/4 കപ്പ് റാഗിപ്പൊടിക്ക് 1/4 കപ്പിൻ്റെ അടുത്ത് തന്നെ തിളച്ച വെള്ളം വേണം. പക്ഷെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത്. പൊടിയുടെ വറവനുസരിച്ച് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും കേട്ടോ. എന്തായാലും 1/4 കപ്പിൽ കൂടുതൽ ഒരിക്കലും ആവശ്യം വരില്ല. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂണാണ് 2 ടേബിൾ സ്പൂണാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾക്ക് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഇടിയപ്പത്തിൻ്റെ ഒരു ടെക്സ്ചർ അറിയാലോ, മാവിൻ്റെ എങ്ങനെ ഇരിക്കണം എന്ന്. അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിത് സാധാരണ ചെയ്യണ പോലെ തന്നെ സേവനാഴിലിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അതിനകത്തൊരു കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇനി ഇത് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരിട്ട് നമുക്ക് സേവനാഴിലിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ മാവ് റെഡിയായി. ഇനി നമുക്ക് നോർമലി എല്ലാവർക്കും അറിയാം എങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കണമെന്നുള്ളത്. അപ്പോൾ സേവനാഴിലൂടെ നമുക്ക് ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഇടിയപ്പോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടിയിലും മുകളിലും കുറച്ച് നാളികേരം ഇട്ട് കൊടുത്തു. മൊത്തം അത്രയും മാവ് എടുത്തു കഴിഞ്ഞാൽ അതാ ഇതുപോലെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 7 എണ്ണത്തിനുള്ളത് കിട്ടും. ചിലപ്പോൾ നമുക്ക് 8 എണ്ണത്തിന് ഉണ്ടാക്കി എടുക്കാം. ഞാൻ 7 എണ്ണമായിട്ടാണ് എടുത്തത്. ഒരെണ്ണം ഞാൻ ഇതേപോലെയുള്ള തട്ടിലാണ് എടുത്തത് കേട്ടോ. പിന്നെ ഇലയിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇല വാടുമ്പോൾ ഉള്ള മണം കൂടി അടിക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്, ഞാനിതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കും. ഇതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്, 2 സെറ്റും. ഇത് ഞാനിപ്പോൾ എടുത്തോളൂ കേട്ടോ, നല്ല ചൂടുണ്ട് ഇതിന്. ഇതിന് മുന്നാണ് ഇത് വേവിച്ചെടുത്തത്. രണ്ടും സെപ്പറേറ്റാണ് വെച്ചത്. കാരണം ഇതിൻ്റെ മീതയ്ക്ക് അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾഭാഗം ഇങ്ങനെ അമങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ വയ്ക്കാതിരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കോളൂ, തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അടിഭാഗമൊന്നും ഒട്ടിയൊന്നും പിടിക്കില്ല. നോർമൽ ഇടിയപ്പം പോലെ തന്നെ നല്ല സോഫ്റ്റുമായിരിക്കും. എന്നാൽ ഇടിയപ്പം ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഗോതമ്പ് പൊടി ചേർക്കുന്നത്. ഇത് നല്ല ചൂടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിർത്ത് കാണിച്ചു തന്നേനെ. ഇത് കണ്ടില്ലേ, ശരിക്കും ലെയർ പോലെ തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെയിറ്റ് ലോസ് ചെയ്യണവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ സുഖമായിട്ട് ഇത് കഴിക്കാം. ഞാനിതിന് പൊതുവെ കറിയൊന്നും കൂട്ടി കഴിക്കാറില്ല. ഞാൻ കുറച്ച് പാലൊഴിച്ചിട്ടാണ് കഴിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം പാലിൻ്റെ കൂടെ കഴിക്കാനായിട്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.